സന്തുഷ്ടരായ മനുഷ്യരായിരിക്കാൻ മറ്റുള്ളവരുമായി ശരിയായ നിലയിൽ ബന്ധപ്പെടുന്നത് വളരെ പ്രധാനമാണ്. മറ്റുള്ളവരുമായി സൗഹൃദമായും ഹൃദയംഗമായും ബന്ധപ്പെടാനുള്ള ഒരേയൊരു യഥാർത്ഥ മാർഗമത്രേ സ്നേഹം. മറ്റുള്ളവരുമായുള്ള ആശയവിനിമയത്തിൽ സ്നേഹത്തോടെ പ്രതികരിക്കുന്നതിലൂടെ അവരുമായി ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയുന്നു. മറ്റുള്ളവർ നമ്മോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിലും അനുചിതമായി നാം സ്നേഹത്തോടെ പ്രതികരിക്കുമ്പോൾ വിദ്വേഷത്തെയും നിഷേധാത്മകതയെയും നാം കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാം ഒരിക്കൽ സ്നേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ എത്ര അപൂർണമാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സമ്പന്നവും മനോഹരവുമായി നാം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കോപവും ശണ്ഠയും കലഹവും വിദ്വേഷവും നിറഞ്ഞ നമ്മുടെ ചുറ്റുപാടുകളെ സ്നേഹം കൊണ്ട് നമുക്ക് മനോഹരമാക്കാം. നമുക്കിത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആദ്യം പരീക്ഷിക്കാം. തിരുവചനം പറയുന്നത് സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം, സ്നേഹത്തിൽ സംസാരിക്കുക. ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവർ നമ്മോട് ദോഷമായും വേദനിപ്പിച്ചും സംസാരിക്കുമ്പോൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുക എന്നതാണ്. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ എളുപ്പമാണ്. നല്ല വാക്കുകൾ സംസാരിക്കുന്നവരോട് പ്രതികരിക്കുവാനും എളുപ്പമാണ്. എന്നാൽ നമ്മെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുവാനും ക്രൂരമായി നമ്മോട് സംസാരിക്കുന്നവരോട് സ്നേഹത്തോടെ പ്രതികരിക്കുവാനും യേശു കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്. സ്നേഹവും സന്തോഷവും സമാധാനവും വ്യാപരിക്കേണ്ട മിക്ക ക്രിസ്തീയ കുടുംബങ്ങളിലും കാറും കോളും നിറഞ്ഞ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ്. ചില കുടുംബങ്ങളാകട്ടെ അഗ്നിപർവ്വതത്തിന് തുല്യമായി നിൽക്കുകയാണ്. സ്നേഹത്തോടെ സംസാരിക്കാനോ ഇടപെടാനോ പലർക്കും കഴിയാതെ പോകുന്നു. ഒരാൾ ഒന്ന് പറയുമ്പോൾ രണ്ട് മറുത്ത് പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് പലരും ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, സ്നേഹത്തിൻ്റെ വിത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒന്നാമത് വിതറാം. നാം എന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന ആ വലിയ മാറ്റം മറ്റേ വ്യക്തിയിൽ വലിയ വ്യത്യാസമുണ്ടാക്കുമെന്നതിൽ സംശയിക്കേണ്ട. റിമെമ്പർ വൺ തിങ്, ലവ് നെവർ ഫെയിൽസ്. സ്നേഹം ഒരിക്കലും തോൽക്കുന്നില്ല. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.